ഇനി വയനാട്ടിലേക്ക് പോകാം. അവിടെ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ഹർത്താൽ നടക്കുന്നുണ്ട്. ഈ ഹർത്താലിൽ നിന്ന് പക്ഷേ അവശ്യ സർവീസുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ഘടകം പറഞ്ഞിട്ടുണ്ട് ഇതുമായി സഹകരിക്കില്ല എന്ന്. ഷഹദ് റഹ്മാനാണ് ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായി. ഷഹദ്, ഗുഡ് മോർണിംഗ്. ഷഹദ്, ഈ വയനാട്ടിൽ നിന്നുള്ള വാർത്തകൾ പലപ്പോഴും പറയുമ്പോൾ ഈ ഗുഡ് മോർണിംഗ് അത് പറയാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാലും വയനാടാണ്, മനോഹരിയാണ് വയനാട്. അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞാൽ അവർ ഊർജ്ജത്തോടെ മുന്നോട്ട് പോകേണ്ടതാണ്. ഇന്നിപ്പോൾ ഈ ഹർത്താൽ, അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ ഘടകം ഒഴിവ് ആക്കിയിട്ടുണ്ട്. അവരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ. മറ്റ് ആരെല്ലാം സഹകരിക്കുന്നുണ്ട്, എപ്പോഴാണ് ഹർത്താൽ തുടങ്ങുക, വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് സ്മിത, പ്രവിത. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്ടുകാർക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അത്ര നല്ല ഗുഡ് മോർണിംഗ് അല്ല, അല്ലെങ്കിൽ നല്ലൊരു പ്രഭാതമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വയനാടിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വയനാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ വന്യജീവി ആക്രമണത്താൽ പൊറുതിമുട്ടുകയാണ്. ആനയായിട്ടും കടുവയായിട്ടും ഒക്കെ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനതയാണ് വയനാട്ടിലുള്ളത്. അവിടേക്കാണ് തുടർച്ചയായിട്ട് ഇത്തരത്തിൽ ഈ ആക്രമണത്തിൽ പലരും മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇന്ന് UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്നാൽ ഈ ഹർത്താലിനോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സഹകരിക്കില്ല എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെയും സമാനമായ രീതിയിൽ ചില സംഘടനകൾ നടത്തിയ ഹർത്താലുണ്ടായിരുന്നു. പക്ഷേ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സഹകരിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, സാധാരണ രീതിയിലുള്ള ഒരു ജീവിതമായിരുന്നു ഇന്നലെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് UDF ആണ് ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനോട് ജനം എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ജില്ലയിൽ ഇത്തരത്തിൽ ഈ മരണങ്ങളും അതുപോലെ തന്നെ ഹർത്താലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ അത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മഞ്ഞുകാലമൊക്കെയാണ്. അപ്പം കൂടുതൽ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ തുടർച്ചയായി ഇങ്ങനെ ഹർത്താലുകളും അതുപോലെ തന്നെ വന്യജീവി ആക്രമണങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ ടൂറിസ്റ്റുകൾ കാര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്നുള്ളതാണ് വ്യാപാരികളൊക്കെ ഇന്നലെ പറഞ്ഞ്. നമ്മൾ ഇന്നലെ ഭക്ഷണം കഴിക്കാനൊക്കെ പോകുന്ന ഘട്ടത്തിൽ ഹോട്ടലുകാരോടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പ്രധാനമായിട്ടും പറഞ്ഞ ഒരു കാര്യവും അതാണ്. പക്ഷേ അവശ്യ സർവീസിൽ നിന്നും ഹർത്താലിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ കൽപ്പറ്റ നഗരത്തിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് വിചാരിക്കുന്നു. നിലവിലിപ്പോൾ കാറുകളും അതുപോലെ തന്നെ ബസ്സും വലിയ വലിയ ലോറികളുമൊക്കെ കാര്യമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് അതൊരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ഈ ഹർത്താൽ അനുകൂലികൾ ഈ വാഹനങ്ങളൊക്കെ തടയാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം വയനാട്ടിലേക്ക് കടക്കുന്ന ഭാഗത്ത് ഇത്തരത്തിൽ തടയും എന്നൊക്കെ നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമോ ഈ സമരക്കാരുടെ ഭാഗത്തു നിന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. വാഹനങ്ങളൊക്കെ നിരത്തുകളിലുണ്ട്. തൊട്ടടുത്ത കടകളൊക്കെ സമാധാനപരമായി തന്നെ ആ പ്രതിഷേധം ഉണ്ടാകട്ടെ, അല്ലെ? കാര്യം അവരുടെ പ്രശ്നങ്ങൾ അവർ പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഹർത്താൽ സമാധാനപരമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഷഹദ് റഹ്മാനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.